കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. കാരണം അവിടെ ഭാര്യയും ഭർത്താവും ആയിട്ടല്ല ജീവിക്കേണ്ടത്, രണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പാത്രമെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കഴുകില്ല. പണ്ട് എങ്ങനെ എൻ്റെ ഷർട്ടൊക്കെ എൻ്റെ അമ്മ കഴുകാറൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ വന്നുകൊണ്ട് അതിൽ കൊണ്ട് ഇടേ വേണ്ടു. അപ്പൊ അതില് ദേശീയ മൃഗം എന്ന് തന്നെ പറയുന്ന കഥയിൽ മിക്കവാറും കഥകളിൽ അധികാരം, സ്നേഹം ഇത് രണ്ടും ഇങ്ങനെ രണ്ട് വശങ്ങളിലായി നമ്മൾ ദ്വൈതം എന്നൊക്കെ പറയുന്നത് പോലെ സന്തോഷേട്ടന്റെ കഥകളിൽ കാണാം. അപ്പൊ ഈ ദേശീയ മൃഗത്തിൽ കടുവയാണ് അതിലെ ഈ അധികാരത്തിന്റെ ഒരു സൂചനയായി വരുന്നത്. അപ്പൊ ഈ കടുവയെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്ന സുരേന്ദ്രൻ നായർ അതിനുവേണ്ടി ഒരു ആടിനെ ഇരയായി ഇടുന്നുണ്ട്. ഈ ആടിനെ സുരേന്ദ്രൻ നായർ ഇടയ്ക്ക് തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സുരേന്ദ്രൻ നായർ ഒരു പ്രയാസത്തിലാകുമ്പോൾ ഈ ആട് വളരെ സ്നേഹത്തോടുകൂടി സുരേന്ദ്രൻ നായരുടെ കാലിൽ ഉരുമുന്നുണ്ട്. ആ സമയത്ത് പുസ്തകത്തിൽ കൊടുക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ്: സ്നേഹം ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാവുന്നതാണ്. അത് ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല, നൽകുക മാത്രം ചെയ്യുന്നു. എനിക്ക് ഗംഭീരമായി ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണത്. അതുപോലെ തന്നെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെയൊക്കെ അവതരിപ്പിക്കുന്ന മറ്റൊരു കഥയാണ് ഗോശാല. അവിടെയും ഈ പറഞ്ഞതുപോലെ മനുഷ്യനേക്കാൾ പശു പ്രിയപ്പെട്ടതാവുന്നു. അവിടെയും അധികാരവും സ്നേഹവും തമ്മിലുള്ള ദ്വൈതം കാണാം. കുട്ടിയേക്കാൾ പശുവിനെ സ്നേഹിക്കുന്നവരാ. അതിലെ സ്വരൂപിനെ കുറിച്ച് പറയുമ്പോൾ പുല്ലിട്ട് കൊടുക്കുമ്പോൾ ആ വെച്ചൂർ പശുവിന്റെ കുഞ്ഞിന്റെ നെറുകയിൽ തടുവെന്ന പോലെ സ്വരൂപിനെ ഒരു തവണയെങ്കിലും ഓമനിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷം വന്നു നിറയുമായിരുന്നു. അതിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗം: പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വാത്സല്യം എന്ന് പറഞ്ഞാൽ വെയിലിൽ ചൂടാക്കിയെടുത്ത മൂത്രമാണ്. ഇങ്ങനെ അധികാരവും സ്നേഹവും രണ്ട് തലങ്ങളിലായി അവതരിപ്പിക്കുന്ന ഒരു രീതി പല കഥകളിലും കാണുന്നുണ്ട്. അധികാരത്തെ കുറിച്ച് വളരെ കൃത്യമായി എങ്ങനെയാണ് നമ്മൾ ഇടപെടുന്നത്, ഭാഷയിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: അധികാരത്തെയും സ്നേഹത്തെയും രണ്ടിനെയും എങ്ങനെയാണ് സന്തോഷേട്ടൻ നിർവചിക്കുന്നത്? എഴുത്തുകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എങ്ങനെയാണ് അധികാരത്തെയും സ്നേഹത്തെയും നിർവചിക്കുന്നത്? അതുപോലെ മറ്റൊരു ചോദ്യം കൂടി ഉള്ളത് നിസാറുമായി ബന്ധപ്പെട്ട്. കുട്ടികൾ പല കഥകളിലും വരുന്നുണ്ട്. അപ്പം കുട്ടികളെ പുതിയ കാലത്ത് എങ്ങനെ നോക്കിക്കാണുന്നു, കുട്ടികൾ സമൂഹവും കുട്ടികളും അധികാരവും എന്ന നിലയിൽ കുട്ടികളുമായുള്ള ഒരു കാഴ്ചപ്പാട്, അത് അധ്യാപകൻ എന്ന നിലയിൽ കൂടി അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഒരു എഴുത്തുകാർ എങ്ങനെ കുട്ടികളെ കാണും? അത് നിസാറ് വായിച്ചാൽ മതിയല്ല, അധ്യാപകർ വായിക്കേണ്ട ഒരു കഥ കൂടിയാണ് നിസാർ എന്ന് കരുതുന്നു. ഏറെ സ്നേഹത്തോടെ ചോദ്യോടെ ഞാൻ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് എൻ്റെ ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ എഴുതിയ ഉഭയജീവിതം എന്ന് പറയുന്ന കഥയിൽ ഒരു തവളയും പാമ്പിൻ്റെയും കഥയാണ്. അവസാനം രണ്ടും കൂടിയിട്ട് ഒരു കിണറ്റിൽ വീണ് അവസാനം ഒരു രക്ഷയില്ലാതെ തവള പാമ്പിനെ വിഴുക്കുന്നതാണ്. അധികാരത്തെ എന്ത് വിഴുങ്ങുന്നു? ഈ വേട്ടക്കാരനെ വിഴുങ്ങുന്ന ഒരു കഥയാണ്. അപ്പോൾ അധികാരത്തെ പിടിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു വ്യക്തി എന്ന രീതിയിൽ, ഞാനൊരു ജനാധിപത്യവാദി എന്ന രീതിയിൽ ഞാൻ വളരെ ദുർബലനാണ്. ഞാൻ ഒരു തവളയോളം ദുർബലനാണ്. അത്രമാത്രം ഭയവിഹ്വലനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഈ അധികാരത്തോട് എന്ത് ചെയ്തേ പറ്റൂ? നിരന്തരമായിട്ട് തർക്കത്തിലേർപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എനിക്കറിയാം ഞാൻ ചത്തുപോകുമെന്നറിയാം. കാരണം ഈ പാമ്പിനെ എനിക്കൊരിക്കലും വിഴുകാൻ പറ്റില്ല എന്നറിയാം. അവസാനം എൻ്റെ തന്നെ ശ്വാസം അടഞ്ഞു പോയിട്ട് ഞാൻ തന്നെ ചത്തുപോകും എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്താതെ പറ്റില്ല. കാരണം എന്തൊക്കെ ഒരുത്തൻ 10 തല്ലുമ്പോൾ ഒരു തല്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയില്ലേ? അപ്പോൾ അതുപോലെയുള്ള ഒരു പരിപാടിയാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു സാധനം. അപ്പോൾ അത് ഈ അധികാരത്തോടുള്ള ഏറ്റുമുട്ടൽ എല്ലാവരും ഞാൻ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതല്ല. അത് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മളൊരു എഴുത്തുകാരന്. ഇപ്പോൾ മാർക്കേസ് പറഞ്ഞിട്ട് ഒരാൾ ഒരു കഥ മാത്രമേ ജീവിതത്തിൽ എഴുതുന്നുള്ളൂ, അതിൻ്റെ ബ്രാഞ്ചസുകളാണ് ബാക്കി എല്ലാ കഥകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു വിഷയം ഉണ്ടാവും, ഒരു പ്രത്യേകത്തിലൊരു വിഷയം ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്ത്രീ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ, ഇപ്പോൾ സാറോ ജോസഫിന് അതിനകത്തൊരു അധികാര വ്യവസ്ഥയുണ്ട്. എല്ലാം നമ്മൾ എഴുത്തുകാരെല്ലാം എതിർക്കാൻ ശ്രമിക്കുന്നത് ഈ അധികാര വ്യവസ്ഥയിലാണ്. ഇപ്പോൾ ഒരു ഫാമിലിക്കകത്തുണ്ട്, ഒരു ഭരണകൂടമുണ്ട്, ഇതുണ്ട്. ആരും ആ ഒരു ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോടു കൂടിയിട്ട്
ഈ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ കുടുംബത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. കാരണം അവിടെ ഭാര്യയും ഭർത്താവും ആയിട്ടല്ല ജീവിക്കേണ്ടത്. രണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ചോറ് എപ്പോഴും കൊണ്ടുവന്നിട്ട് ഉരുട്ടിയിട്ട് ചോറ് കൊടുത്തിട്ട് ബൾബിറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചോദിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ അപ്പോൾ വരും എന്ന് ചോദിക്കും. അതേപോലെ ഇവളെ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ കുറേ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുറേ സ്വർണ്ണവും മറ്റേലും മേടിച്ചു കൊടുത്താൽ പറയും നീ ഒരു കാര്യം ചെയ്യും, മറ്റേ ചായ തിളപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട, നീ എന്താ എൻ്റെ മറ്റേ ഷർട്ടിന് ഇസ്ത്രീടാ ഞാൻ അല്ല. ഇത് ഇങ്ങോട്ടും ഡിമാൻഡ്സ് ആണ്. എന്തിനീ ഡിമാൻഡ്സ്? നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുക, മറ്റേ അവർ സ്വാതന്ത്ര്യം ജീവിക്കുക, രണ്ടുപേരും ഒന്നിച്ച് കൂടുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കഞ്ഞിയും കറിയെല്ലാം വെച്ച് കൊടുത്ത് കഴിക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പാത്രമെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കഴുകില്ല. പണ്ടേ എങ്ങനെ എൻ്റെ ഷർട്ടൊക്കെ എൻ്റെ അമ്മ കഴുകാറൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ വന്നുകൊണ്ട് അതിൽ കൊണ്ട് ഇടേ വേണ്ടു. പണ്ടാകുമ്പോൾ നമ്മ കുളത്ത് കൊണ്ടുപോയിട്ട് പണ്ടേ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടൊന്നും കഴിക്കാറൊന്നുമില്ല. എനിക്ക് ഈ അധികാര വ്യവസ്ഥ എന്ന് പറയുന്ന സാധനത്തിനെ കൂടെ തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം. ഞാനത് എവിടെയും അത് ഞാൻ പ്രയോഗിക്കാറില്ല. അപ്പം ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുന്നത്, ഈ കഥ ഉണ്ടാവുന്നത്, ഈ അധികാര വ്യവസ്ഥയോടുള്ള ഒരു സംഭവം. ഇപ്പോൾ ദേശീയ മൃഗം എന്ന് പറയുന്ന സാധനത്തിൽ ഇത് തന്നെയാണ്. ദേശീയത എന്ന് പറയുന്നത് നല്ലതാ, നമ്മുടെ ഇന്ത്യ എന്ന് പറയും. പക്ഷെ ഇന്ത്യ മാത്രം നല്ലത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ആരായി? അത് ശത്രുവായി. അപ്പൊ നമ്മളതല്ല, എല്ലാറ്റിനെയും നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ അതാണ് പറഞ്ഞത്. ഈ ദേശീയത ആദ്യം വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ ദേശീയതയും കൂടെ. പണ്ട് ഹിറ്റ്ലർ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഹിറ്റ്ലർ അങ്ങനെയാക്കി ഇങ്ങനെ ആക്കും. അവസാനമാണ് മനസ്സിലായത് ഇതെന്താണ്, ഇത് മൃഗം പോലെയാണ്. ഇതിനെ സ്നേഹിച്ച് കുറെ കഴിയുമ്പോൾ അത് അതിന്റെ സ്വഭാവം എപ്പോഴാണെങ്കിലും എടുക്കും. അവസാനം ഈ കഥയിൽ പറയുന്നുണ്ട്, എന്ത് ദേശീയ മൃഗമാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും മൃഗം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. കാരണം അതിൽ ആ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ മൃഗത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഈ അധികാരവും ഇരയും തമ്മിലുള്ള ഇതിൻ്റെ അകത്ത് വന്ന് ഇതിൻ്റെ ഇടയിൽപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 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 സാമൂഹ്യാവസ്ഥയുണ്ട്. ഈ സാമൂഹ്യാവസ്ഥയാണ് യഥാർത്ഥത്തിൽ അതിൽ ആട് എന്ന് പറയുന്ന സംഭവം. അതിനെ ഇരയാക്കപ്പെടുകയാണ്. നമ്മുടെ ജനാധിപത്യത്തെ ഇരയാക്കുകയാണ്. അത് ശരി, അങ്ങനെയൊക്കെ അതിനെ വായിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്കറിയില്ല. പിന്നെ എന്താ ചോദിച്ചത്? അല്ല, സ്നേഹം ഇതിൻ്റെ സംഭവം. പിന്നെ കുട്ടികളുടെ സംഭവം. പിന്നെ കുട്ടികളുടെ എനിക്ക് ഭയങ്കര, എൻ്റെ ജീവിതത്തിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വയസ്സന്മാരോടും കുട്ടികളോടാണ്. അപ്പോൾ ഭയങ്കര എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് ഇതാണ്. കുട്ടികൾ എന്തെങ്കിലും ഉപദ്രവിക്കപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പിന്നെ വയസ്സന്മാർ, അതും ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ്. അത് നിസ്സഹായമായ രണ്ട് ആൾക്കാരാണ്. പിന്നെ ഈ കുട്ടികൾ എന്നെല്ലാം പറഞ്ഞത് പിന്നെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ പറയാം, ഇനി കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഭയങ്കര അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിട്ട് മാറുക. കാരണം നിങ്ങളില്ലെങ്കിലും, നിങ്ങൾ കെമിസ്ട്രി പഠിപ്പിക്കേണ്ടോ നിങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവന്മാർക്ക് എന്തുണ്ട്, അവർ മറ്റേ ഇതിൽ നോക്കിയിട്ട് അവർ പഠിക്കും, അത് പഠിച്ചോളും. അപ്പൊ അതല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ അവിടെ എന്താക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്ന വൈകാരികതയാണ് കുട്ടികൾക്കില്ല. ഇപ്പൊ എല്ലാം ഒരു ചെറിയ ഓരോരോ ഒരു സിംഗിൾ ചൈൽഡ് അങ്ങനെയുള്ള സംഭവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരിവിടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയും ഇത് തോണ്ടലും ഇതെല്ലാം കൂടി ഏകാന്തതയാണ്. വല്ലാത്ത ഒരു സെൻട്രലൈസ് ചെയ്യപ്പെടുകയാണ് കുട്ടികൾ. ഇവർ പുറത്തേക്ക് വരുന്നില്ല. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നോക്ക്, കഴിഞ്ഞ തലമുറ വരെ വന്നു. ഈ പുതിയ ജൻസി സമൂഹം ഇതിലേക്ക് വരുന്നില്ല. ഗ്രൗണ്ടിൽ പോലും അവരെ കാണാനില്ല. അവർക്ക് അവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, മറ്റേ ഉണ്ട്. പക്ഷെ അവരെ അവിടെയും കാണാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ എന്താണ് പിന്നെ ജോലിയും കാര്യങ്ങളും മറ്റല്ലായി. പണ്ടാണെങ്കിൽ ഇപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും രാത്രിയാകുമ്പോൾ നമ്മളെ അമ്മ അടുത്ത് കിടത്തിയിട്ട് ആ സാരി എടുത്തിട്ട് പുതപ്പിച്ചിട്ടൊന്ന് പിടിക്കലുണ്ട്. ആ പിടിച്ചാൽ മതി, എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. മനസ്സിലായോ? ഇന്നിപ്പോൾ അമ്മ വരുന്നത് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 9 മണിക്കാണ്. 9 മണിക്കിട്ട് വന്നിട്ട് ഈ തലയിൽ പ്രാന്തം കയറിയിട്ട് അപ്പുറത്തെ വീണ്ടും ഫോൺ ഉണ്ടാവും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടുള്ളൊരു അമ്മ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പ്രഷർ മുഴുവൻ താങ്ങുന്ന സമയത്ത് കുട്ടികളെ നോക്കാനേ സമയമില്ലാണ്ടാവും. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഒരു ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, ഞാൻ അവിടെ ലിഫ്റ്റ് കയറി 14ാമത്തെ നിലയിലാണ് പോകേണ്ടത്. താഴ്ന്ന് കയറി ഇവിടെ തന്നെ 2ാമത്തെ നിലയിൽ നിന്ന് ഒരു കുട്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞു എന്താ മോനെ പേര്, അട്ടപ്പാട അടി, വീട്ടിക്കുന്ന മാന്തുന്ന് പിച്ചുന്ന് തന്നെ. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എന്തോ വലിയ പ്രശ്നമുണ്ട്. ഇവൻ വീട്ടിനകത്തുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നമ്മളൊന്നും ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അതിന് ഉത്തരവാദി ആരാണ്? ആ പാരൻസും അതിന് ചുറ്റുപാടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ആദ്യം നന്നാവാൻ നോക്കുക. ഇപ്പം ഈ മിസാറൂലിൽ തന്നെ
അമ്മ പറയുന്നുണ്ട് 10 ലക്ഷം റുപ്യ കിട്ടും. അപ്പൊ അമ്മ പറയുന്നുണ്ട് നീ വഞ്ചകനാണെന്ന് ഈ ചെറിയ മോനോട് പറയുന്നു, നീ കോടതിയിൽ സത്യം പറഞ്ഞുകൊണ്ട്. ആ ഒരു അവസ്ഥ മാറിയാൽ മാത്രമേ കുട്ടികളെയും കുട്ടികൾക്ക് ഇപ്പൊ ആരും വിശ്വാസമില്ല. ഇപ്പൊ നിങ്ങൾ പഴയൊരു ലേഖനം വായിച്ചിട്ടില്ലേ, കുട്ടികളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേതാക്കന്മാരൊന്നും വേണ്ട, ഇപ്പൊ പുതിയ ജൻസി സമൂഹം മുഴുവൻ ഇവിടുത്തെ നേപ്പാളില് അവിടെ ഇവിടെ എല്ലാം ഇപ്പൊ സമരം നടന്നു. ബംഗ്ലാദേശിലെ നേപ്പാൾസ് മറ്റേ ജൻസിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പല സ്ഥലങ്ങളിലും അവർക്ക് നേതാക്കന്മാരെ എന്ന് പറയുന്നത് മറ്റേ ജോളി റോജർ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ കഥാപാത്രമാണ്. പൊക്കേമോൻ, മറ്റേ എന്താണ് ഡോറിമോൻ, ഇവരൊക്കെയാണ് ഇവരുടെ നേതാക്കന്മാർ. ഇവിടുത്തെ മറ്റേ ഗാന്ധിജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മറ്റേ AKG അല്ല. അത് സമൂഹം പോയി. പുതിയ ആൾക്കാരിൽ നിന്നും അവർക്കെല്ലാം അന്നും വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ പുതിയ കാലഘട്ടത്തിലെ ആളുടെയും ആർക്കും വിശ്വാസമില്ല. ഇവരൊക്കെ കറപ്റ്റഡ് ആണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അവരിലൊന്നും വിശ്വാസമില്ലാതെ ഇവര് എന്താ സാങ്കല്പിക കഥാപാത്രങ്ങളുടെ ബോർഡും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സമരം ചെയ്യുന്നു. ആ സമരം ചെയ്യുമ്പോൾ തന്നെ അവരെന്താ സമരം ചെയ്യുന്നത്? അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? മൊബൈൽ നിഷേധിച്ചു, അല്ലെങ്കിൽ മറ്റേ ഇന്റർനെറ്റ് നിഷേധിച്ചതിന്റെ പേരിലാണ്. ചോറ് കൊടുത്തിട്ടേം തിരക്കായിട്ടില്ല, ഇന്റർനെറ്റ് നിഷേധിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഒരു സമൂഹ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അടയാളപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എഴുത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.